ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയുടെ അഹങ്കാരത്തോടുള്ള സംസാരം കേട്ടിട്ട് ശേഖരൻ പറയുക, ചേച്ചിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനും ചേച്ചി പറയുന്നതൊക്കെ അങ്ങ് വിഴുങ്ങാനുമേ എൻ്റെ നട്ടല് വാഴവള്ളിയല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് യാമിനിയെ വിളിച്ചുകൊണ്ട് ശേഖരൻ അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. ആ വൃത്തികെട്ടവൻ്റെ വായിൽ നിന്ന് 4 കിട്ടിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തൃപ്തിയായല്ലോ. ആ ദീപക്ക് ചോദിക്കുക അംബികയോട്. അംബിക അത് കേട്ടിട്ട് പറയാ, എടാ എൻ്റെ അടുത്ത ലക്ഷ്യമുണ്ടല്ലോ, അത് ഇവനാ. എൻ്റെ അമ്മ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നിട്ട് അമ്മ എന്ത് ചെയ്യാൻ പോവുക? നമ്മുടെ മുഖ്യ ശത്രുക്കളെ തീർക്കാൻ നോക്ക്, അതിന് ഞാൻ കൂടെ നിൽക്കാം. അല്ലാതെ അമ്മയുടെ ഓരോരോ വേണ്ടാത്ത കാര്യങ്ങൾ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ദീപക് അവിടെ നടന്ന് അകത്തോട്ട് കയറി പോവുക. ഈ സമയം ജഗന്നാഥിൻ്റെ ചിത ഇങ്ങനെ കത്തിയെരിയുവാണ്. പ്രതാപവർമ്മയും വേണുവേട്ടനും രാജുവും അവിടെ നിൽക്കുവാണ്. വേണുവേട്ടൻ രാജുവിനോട് പറയുന്നു, എൻ്റെയും വർമ്മസാറിൻ്റെയും സഹോദരനായിരുന്നു ജഗന്നാഥൻ. അവനിവിടെ ഇപ്പോൾ ഒരുപിടി ചാരമായി മാറുവാണ്. മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളു. നേരം വെളുത്താൽ വൈകുന്നേരം വരെ 1000 വട്ടം ഞാനെന്ന് പറയും മനുഷ്യൻ. ആ ഞാനാ ഇങ്ങനെ എരിഞ്ഞു തീരുന്നത്. അത് കേട്ടിട്ട് രാജു ചോദിക്കുന്നു, ഈ അങ്കിളൊരു പാവമായിരുന്നു അല്ലേച്ചാ? വേണുവേട്ടനും കരഞ്ഞോണ്ട് പറയുക, വെറും പാവമാ മോനെ. വളരെ ചെറുപ്പത്തിലെ മഹാദേവ വർമ്മ സാറിനോടൊപ്പം കൂടിയതാ. ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുമ്പോൾ വർമ്മ സാറും ജഗന്നാഥനും സാറിൻ്റെ അടുത്തുണ്ട്. അവൻ്റെ അവസാന കാലം വളരെ ദുരിതപൂർണവുമായിരുന്നു. അപ്പോൾ പ്രതാപൻ പറയുക, ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചാപ്റ്റർ നമുക്ക് മനഃപൂർവ്വം അങ്ങ് മറക്കാൻ വേണുവേട്ടാ. നമുക്ക് മോളുടെ കാര്യം സംസാരിക്കാം. അവളെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും മോചിപ്പിക്കണം. എൻ്റെ മോൾക്ക് ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ, അവളെ കുറ്റവിമുക്തയാക്കണം. പക്ഷേ വർമ്മ സാറേ, മോൾക്ക് നേരെ ഉണ്ടായ ഗൂഢാലോചന സാർ കണ്ടുപിടിക്കണം. മോള് കുറ്റക്കാരിയല്ലെന്ന് കോടതിയിൽ തെളിയിപ്പിക്കുകയും വേണം. അത് കേട്ടിട്ട് രാജു പറയാം, വർമ്മ സാർ സുപ്രീം കോർട്ടിലെ ഒരു ലേഡി അഡ്വക്കേറ്റിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ടല്ലോ. അതേ രാജു, അഡ്വക്കേറ്റ് ദേവസേന. ഏത് കൊലക്കൊമ്പന്മാരെയും വിറപ്പിക്കുന്ന ഒരു പെൺപുലി അവള്. മുൻ DGP ആയിരുന്ന ഹരിഹരൻ നമ്പ്യാരുടെ മകളാ. പക്ഷേ ദേവസേന ഇപ്പോൾ സ്ഥലത്തില്ല. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയിട്ടുമില്ല. അവളിപ്പോൾ ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നാലേ അവൾ പറഞ്ഞിങ്ങെത്തും. പ്രതാപൻ അങ്ങോട്ട് പറഞ്ഞ് തീരുമ്പോൾ തന്നെ ഒരു കാർ അങ്ങോട്ട് വരുവാണ്. എല്ലാവരും ആ കാറിലോട്ട് നോക്കുവാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കെ ആ കാറിൻ്റെ ഡോർ തുറന്ന് ഒരു പെണ്ണ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ്റെ മുഖത്ത് വലിയ സന്തോഷം. അങ്ങനെ സന്തോഷത്തോടെ പ്രതാപൻ പറയാ, എൻ്റെ ഈശ്വര, ഇത് എന്തൊരു അത്ഭുതമാ! ഇതാണ് ദൈവത്തിൻ്റെ കളിയെന്ന് പറയുന്നത്. എന്തൊരായുസ! അത് കേട്ടിട്ട് രാജു, എന്താ സാറേ? രാജു, അതാണ് അഡ്വക്കേറ്റ് ദേവസേന. ദേവസേന അങ്ങനെ പ്രതാപവർമ്മയുടെ അടുത്തോട്ട് വന്ന് നമസ്കാരം പറയുന്നു. പ്രതാപൻ വളരെ സന്തോഷത്തോടെ പറയാ, ഇപ്പോഴൊരു നിമിഷം കൊണ്ട് 1000 നന്ദി. ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിവിടെ ദേവസേനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ദേവസേനയ്ക്ക് ഞാനിവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് രാജു, എൻ്റെ സണ്ണില്ലോയാ. ഇത് രാജുവിൻ്റെ ഫാദറാണ്. ദേവസേന ഉടനെ പറയുക, രാജുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ ഒരിക്കൽ എന്നോട് രാജുവിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഋതികയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് എനിക്കൊരു ചെറിയ സൂചനയും തന്നിട്ടുണ്ട്. സാർ ഫോൺ ചെയ്തപ്പോഴൊക്കെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. UAയിലായിരുന്നു. ചേച്ചിയെ കാണാൻ പോയതായിരുന്നു. ദേവസേന അവിടെ എവിടെയാ? അത് സാറേ, ഷാർജയിൽ. അതുപോട്ടെ, ഋതിയയ്ക്ക് ഈ ആപത്ത് പറ്റിയപ്പോൾ ഞാൻ സ്ഥലത്തില്ലാതിരുന്നാൽ എനിക്ക് നല്ല വിഷമമുണ്ട് സാർ. എന്തു പറയാനാ ദേവസേനെ, അവളുടെയും ഞങ്ങളുടെയും കഷ്ടകാലമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേവസേന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഒരിക്കലും റിമാൻഡിലാകില്ലായിരുന്നു. ചതിയാണല്ലേ സാർ? അതെ, രാഷ്ട്രീയ ശത്രുക്കൾ തന്നെ ആയിരിക്കും എതിർപക്ഷത്ത്. സംശയമില്ല ദേവസേനെ, അവർ തന്നെയാ. പക്ഷേ പോലീസിനെ വെച്ചാണ് അവർ കളിച്ചിരിക്കുന്നത്. സാറ് ധൈര്യമായിട്ടിരിക്കും. നമുക്ക് ഫൈറ്റ് ചെയ്യാം. എൻ്റെ അച്ഛനും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളാ പ്രതാപവർമ്മ സാറ്. സാറിനും സാറിൻ്റെ മകൾക്കും വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ എനിക്ക് ഈ ലോയർ കോട്ട്? എൻ്റെ മോളെ ദേവസേന എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദേവസേന പറയുക, ഋതിക കുറ്റം ചെയ്യാത്തിടത്തോളം കാലം അവൾ നിരപരാധിയാണ്. ഒരു നിരപരാധിയെയും അപരാധിയാക്കി ജയിലിലടയ്ക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം സാറേ. വിജയം നമ്മുടെ കൂടെ ആയിരിക്കും. നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് രാജു അതേപടി എന്നോട് പറയണം. അത് കേട്ടിട്ട് രാജു പറയുക, ഞാൻ തീർച്ചയായും പറയാം. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ രാജു ദേവസേനയോട് പറയുവാണ്. രാവിലെ ജയൻ ഇങ്ങനെ വല്ലാത്ത ഒരു ചിന്തയിൽ നിൽക്കുക. ഈ പെണ്ണുമ്പിള്ള എന്നോട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഇനി ആ തോക്കിൻ്റെ കാര്യം ചോദിക്കാനോ മറ്റോ ആണോ? ആ തോക്കിൻ്റെ മാറ്റർ വെച്ച് അവരോട് ചെറിയ മുതലെടുപ്പ് നടത്തണം. ഇല്ലെങ്കിലേ ദൈവം എന്നോട് കോപിക്കും. അപ്പോഴംബിക അങ്ങോട്ട് കാറിൽ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് ജയൻ പറയാ, വന്നു വെള്ളപ്പിശാശ്.
അംബിക ജയൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, ജയൻ എൻ്റെ PA ആണ്, ഞാൻ മുടങ്ങാതെ ശമ്പളവും തരുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കാണണ്ടെന്ന് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയ. അംബിക അങ്ങനെ പറഞ്ഞത് കേട്ടത് ജയൻ ഒരു പൊട്ടിക്കരച്ചില്, കള്ളക്കരച്ചില് തന്നെ. എന്തിനാടാ ജയ നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്? വേണ്ട നോക്കടാ, നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുവേ. അയ്യോ എൻ്റെ മേഡം, ഞാൻ മാനസികമായി ആകെ തളർന്നിരിക്കുക മേഡം. എന്തായാലും എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. എന്തിനാ ജയ? അതെ, ആ മറ്റേ ഗൺ മാറ്ററേ. വേണ്ടേ എടാ ജയ, ആ ഗണ്ണിൻ്റെ മാറ്ററേ ആരും അറിയരുതെന്ന് പറയാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അയ്യോ എൻ്റെ മേഡം, അതെൻ്റെ മനസ്സിൽ കിടന്ന് എന്നെ ഇങ്ങനെ വേട്ടയാടുക. ഞാനൊന്ന് കണ്ണടച്ചാലുടനെ കാണുന്നത് ജയിലിൽ കിടക്കുന്ന ഋതികയുടെ മുഖവാ. അംബികയ്ക്ക് ദേഷ്യം കൊണ്ടുപോയ. ചേടാ, ഇതിപ്പോൾ വലിയ പ്രശ്നമായി പോയല്ലോ. ജയന്റെ കള്ളത്തരമാണെന്ന് അംബികയ്ക്ക് മനസ്സിലാകുന്നതുമില്ല. അംബികയെ ഒന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കിയിട്ട് ജയൻ പറയാം, ഇത് പ്രശ്നമാകും മേഡം. എനിക്കാണെങ്കിലേ ഇതിപ്പോൾ ആരോടെങ്കിലും ഒന്ന് വിളിച്ച് പറയണമെന്ന് തോന്നുക സത്യമായിട്ടും. എടാ ജയ, അങ്ങനെയാണെങ്കിലേ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. അങ്ങനെ ചെയ്തേരാം മേഡം, അതേ മാർഗമുള്ളൂ. എൻ്റെ മനസ്സിനാണെങ്കിൽ യാതൊരു സ്വസ്ഥതയില്ല മേഡം, എന്നെ കൊന്നേക്ക്. ചേടാ, ഇത് വലിയ പുലിവാലായി പോയല്ലോ. പുലിവാലായി മേഡം. ഒരു വശത്ത് ജയിലിൽ കിടക്കുന്ന എൻ്റെ അളിയൻ്റെ ഭാര്യ ഋതിക, മറുവശത്താണെങ്കിലോ ഇണയെ വേർപിരിഞ്ഞ് കരയുന്ന എൻ്റെ അളിയൻ. ഇത് കണ്ട് തകർന്ന എൻ്റെ അമ്മായിയമ്മയും വേണുവാശാനും, അഗ്നിപുത്രിയെ പോലെ കരയുന്ന എൻ്റെ അമ്മായിയമ്മ രാധമ്മ. എടാ ജയ, നിന്നോടാ പറഞ്ഞത് ഇവിടെ കിടന്നിങ്ങനെ കരയരുതെന്ന്. നാട്ടുകാരെങ്കിലും കണ്ടാലേ എന്നെയാ തെറ്റിദ്ധരിക്കുന്നത്. എൻ്റെ പൊന്നു മേഡം, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്നൊന്ന് കൊന്നുതാ. അതേടാ, നിന്നെ കൊന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോകാൻ. അതങ്ങ് നിന്റെ മനസ്സിലിരിക്കട്ടെ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, കൊട്ടേഷൻകാരെ കൊണ്ട് നിന്നെ അങ്ങ് കൊല്ലിപ്പിച്ചേക്കാം. ജയൻ ഒന്ന് ഞെട്ടി. എന്നിട്ട് വിട്ടുകൊടുക്കാൻ ഭാവമില്ല. അത് മതി മേഡം, അത് മതി. പക്ഷേ മേഡം, അതിനും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അംബിക മേഡം നല്ലവളാണ്, സ്നേഹിച്ചാലുള്ള സ്വത്ത് മുഴുവൻ എഴുതിത്തരും. പക്ഷേ വെറുത്താൽ തട്ടിക്കളയുമെന്ന്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും കൊന്നാൽ അത് മേഡത്തിൻ്റെ പെടലിക്കേ വരത്തുള്ളൂ. അംബിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജയൻ ഇങ്ങനെ പറയുമെന്ന്. അംബിക പല്ല് കടിച്ചിട്ട് പറയാം, ഇത് വലിയ നാശമായി പോയല്ലോ. എൻ്റെ മേഡം, ഇന്നലെ തന്നെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഓടിച്ചെന്ന് അങ്ങ് സറണ്ടർ ആകാമെന്ന് ഞാൻ തീരുമാനിച്ചതാ. ഈ ജഗന്നാഥനെ ഇട്ട് വെടിവെച്ച് കൊന്ന തോക്കേ അംബിക മേഡം എന്നെ ആയിരുന്നല്ലോ ഏൽപ്പിച്ചിരുന്നത്. അത് കേട്ട് അംബിക അങ്ങ് ഞെട്ടിപ്പോയി. എടാ ജയ, നീ തീ കൊണ്ട് കളിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം മേഡം? എനിക്കാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുക. എങ്കിൽ നീ വല്ല ആസ്പത്രിയിലും പോടാ. അത് വേണ്ട മേഡം, ഞാൻ കാശ്മീരിലോട്ടെങ്ങാനും പോയാലോ? അവിടെ 1 മാസം ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചാലേ എനിക്ക് ചിലപ്പോൾ മനസ്സിന് സമാധാനം കിട്ടിയാലോ. അത് കൊള്ളാടാ ജയ, എന്നാൽ നീ വേഗം പൊയ്ക്കോ. അതെങ്ങനെയാ മേഡം? വേഗം പോ എന്ന് പറഞ്ഞാൽ അതിന് കാശ് വേണ്ടേ? കാശൊക്കെ ഞാൻ തരാവടാ. നിനക്ക് എത്ര രൂപ വേണം? 1 മാസം താമസിക്കാനേ എനിക്കൊരു 2-3 ലക്ഷം രൂപയൊക്കെ മതി. ശമ്പളം എനിക്ക് വേറെ തരികയും വേണം. ആ ശരി, തരാവടാ. ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ തന്നെ അംബിക ഫോൺ എടുത്ത് ജയന്റെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചിട്ടുണ്ട്. ഈ സമയം ജയിലിലാണെങ്കിൽ രാവിലെ കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ അനുവദിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഋതികയും കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 ജയിൽ പുള്ളികളും അകത്തോട്ട് വരുമ്പോൾ ആ മേരി ചോദിക്കുന്നത്, എൻ്റെ സാറേ, ആ കുളിമുറിയും ബാത്റൂമും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ഉണ്ടടി, നിനക്കൊക്കെ ബാത്ത് അറ്റാച്ച്ഡ് AC റൂമൊക്കെ തരാവടി. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ മേഡം എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? ഇതിനകത്ത് എന്തെങ്കിലും വൃത്തിയും മെനയും ഉണ്ടോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ മുറി മുഴുക്കൻ 8 കാലിയും പഴുതാരകളുവാ. ജയിൽ വാർഡൻ പറയുന്ന അതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? അതൊക്കെ പുതിയ അഡ്ജസ്റ്റ്മെന്റാ. ഞങ്ങളെ ഇവിടെ വരുന്ന പ്രതികളെ തല്ലാറില്ല, അതിന് പകരമുള്ള ശിക്ഷയാണ് അവർക്ക് പഴുതാരകളും 8 കാലികളും. ഈ വക കീടങ്ങൾക്കൊക്കെ എതിരെ നിങ്ങൾക്കൊന്നും പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ. മര്യാദയ്ക്ക് കിടന്നോണം. വിമർശിക്കാൻ വന്നാൽ നേരെ ചൊവ്വ ആഹാരം പോലും തരത്തില്ല. വലിയ പത്രാസുകാരികൾ വന്നേക്കുന്നു. ഈ വക അലവലാദികളാണ് ഇവിടെ ഭരിക്കുന്നത്. ഇതൊന്നും കൊച്ചിന് പിടിക്കുന്നില്ലല്ലേ? അത് കേട്ടിട്ട് ഋതിക പറയാം, അതൊന്നും സാരമില്ല ചേച്ചി, കൊട്ടാരത്തിലെ രാജകുമാരിയായിട്ട് വളർന്ന കൊച്ചായത്. ദേ ഇപ്പൊ കുപ്പത്തൊട്ടിയൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമല്ല ചേച്ചി. എനിക്ക് ചുറ്റും സ്നേഹമുള്ള മനുഷ്യരുണ്ടായാൽ മതി. എന്തായാലും ദൈവം അങ്ങനെ ഒരു കരുണ എന്നോട് കാട്ടി. എന്നോട് സ്നേഹമുള്ള 2 മനുഷ്യരെ എനിക്ക് തന്നു. ഞാൻ എവിടെ പോയാലും ചേച്ചിമാരെ മറക്കില്ല. ഈ സമയം ദേവസേന രാജുവിനെ വിളിപ്പിച്ചിരിക്കുക. ദേവസേന രാജുവിനോട് പറയുക, ഞാൻ രാജുവിനെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാവോ? നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എനിക്ക് അറിയാനാണ്. എല്ലാ കാര്യങ്ങളും എന്നോട് വ്യക്തമായിട്ട് തന്നെ പറയണം. വക്കീലിനോടും ഡോക്ടറോടും നുണ പറയരുതെന്ന് ഒരു പഴമൊഴി കൂടെ ഉണ്ട്. അത് രാജുവിനറിയാമല്ലോ. അതുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് തുറന്നു പറ. അങ്ങനെ രാജു ദേവസേനയുടെ കഥകൾ പറയുക. ഋതികയുടെ അമ്മ പത്മാവതിയും പർമ്മസാറും കൂടെ വളരെ നാളുകൊണ്ടേ പിണക്കത്തിലാണ്. അതിൻ്റെ കാരണം ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി
രാജുവും ഋതികയും പത്മാവതിയും വേണുവേട്ടനും ചേർന്ന് ജഗന്നാഥനെ കാണാൻ പോയതും ജഗന്നാഥൻ നിരപരാധിയാണെന്നും തെറ്റിദ്ധരിപ്പിച്ചത് അംബികയാണെന്നും അംബിക ചെയ്ത ചതിയുമൊക്കെ പറയാനായിട്ട് ജഗന്നാഥൻ തന്നെ പറയുന്ന ഒരു വീഡിയോ എടുത്ത് പ്രതാപവർമ്മയ്ക്ക് കൊടുക്കാനുമായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ രാജു ജഗന്നാഥനോട് പറയുന്നു, പത്മാവതി അമ്മയെയും അങ്കിളിനെയും ചേർത്തുള്ള അംബിക പറഞ്ഞുണ്ടാക്കിയ നുണകളൊക്കെ അങ്കിള് പറയുന്ന വീഡിയോ എടുത്ത് ഞാനത് വർമ്മ സാറിനെ കാണിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആരോ പുറകിൽ നിന്നും ജഗന്നാഥൻ അങ്കിളിനെ ഷൂട്ട് ചെയ്യുമായിരുന്നു. അത് കേട്ടിട്ട് ദേവസേന ചോദിക്കുന്നു, ഈ ഋതികയുടെ മുഖ്യ ശത്രുക്കൾ ആരൊക്കെയായിരുന്നു? അംബിക വർമ്മയും ആ ദീപക്കും പിന്നെ ആ അനന്തം പിള്ളയും. ഋതികയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചായിരുന്നു രാജു? അത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മാഡം. പോലീസ് ഡോഗ് വന്ന് ഋതികയെ പിടികൂടുമായിരുന്നു. അതെങ്ങനെയായിരുന്നു എന്ന് രാജു ഒന്ന് വിശദീകരിക്കാമോ? അങ്ങനെ ഹോസ്പിറ്റലിൽ പോലീസ് ഡോഗ് വന്നതും പോലീസ് ഡോഗ് അവിടെ എല്ലാം മണത്തും കുരച്ചിട്ടും നേരെ ഋതികയുടെ അടുത്ത് പോയി കുരച്ചതും എല്ലാം രാജു ഇങ്ങനെ പറയുവാണ്. രാജു പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ചില ലൂപ്പ് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ രാജുവിനോട് പറയാം. അതുപോലെ തന്നെ രാജു ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യാം മാഡം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ദേവസേന രാജുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് രാജു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് മണിക്കുട്ടനെ വിളിക്കുക. എടാ മണിക്കുട്ട, നിനക്കറിയാവുന്ന നല്ല ഒന്നാം തരം കള്ളന്മാരാരെങ്കിലും ഉണ്ടോ? രാജു, എനിക്കറിയാവുന്ന കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ ആ അനന്തം പിള്ളയാ. അയാളെ പിന്നെ മതി. പക്ഷേ എനിക്കിപ്പോൾ മിടുക്കനായ വേറൊരു കള്ളനെ വേണം. ഞാൻ നോക്കട്ടെ രാജു, ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. എൻ്റെ ഒരു ഫ്രണ്ടാ മാഡം, അവൻ ശരിയാക്കി തരും. രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. ഋതിക മാത്രം ഇങ്ങനെ ഉറങ്ങാതെ ജയിലിലിരിക്കുക. എത്ര സന്തോഷത്തോടെയാണ് ഞാനും രാജുവും ജീവിച്ചു പോകുന്നത്. ഇത്ര പെട്ടെന്ന് ദൈവം ഞങ്ങളെ തമ്മിൽ അകറ്റിയല്ലോ. അതുപോലെ തന്നെ രാജു ഉറങ്ങാതെ ചിന്തിക്കുവാണ്, എൻ്റെ ഋതുവില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. എന്തിനാ ദൈവമേ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ തമ്മിൽ പിരിച്ചത്? എൻ്റെ രാജുവിനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതിലും ഭേദം എന്നെ അങ്ങ് കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. ഋതികയെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാജുവിൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. രാജു പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട്, മണിക്കുട്ട എന്തായി? കള്ളനെ കിട്ടിയോ? കള്ളനെയൊക്കെ കിട്ടി രാജു. ലോകത്തൊരപ്പന, ഭൂമി വരെ അവൻ തുറന്നു കളയും. വേണ്ടി വന്നാൽ കൈലാസത്തിലും ബ്രഹ്മലോകത്തിലും ദേവലോകത്തിൽ വരെ ഇവൻ പോയി കട്ടോളും. മിടുക്കനാണല്ലോ. അയ്യോ പറയണോ, വെരി വെരി എക്സ്പെർട്ട്. ഇവൻ്റെ പേരെന്താണെന്നറിയോ? ചക്കരവാവ. മണിക്കുട്ട എന്തൊരു വാവയാ? ചക്കരവാവ. എന്നാൽ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ മണിക്കുട്ട. ഓക്കെ രാജു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാജു ഞാൻ നിന്നെ വിളിക്കാം. ശരി മണിക്കുട്ട. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് മണിക്കുട്ടൻ ചക്കരവാവയോട് പറയുക, എടാ ചക്കരവാവേ, അറിയാലോ ഒരു താപ്പാനയായ പോലീസ് ഓഫീസറുടെ വീടാ. സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. DGPയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വീട്ടിൽ വരെ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെയാണോ ഒരു പീറ പോലീസിന്റെ വീട്? ഇത് ഈ ചക്കരവാവ നോക്കിക്കോളാം. ഇത് ഞാനിപ്പോൾ തകർക്കും എന്നും പറഞ്ഞ് ചക്കരവാവ പോകുന്നുണ്ട്. ആ രാത്രി തന്നെ രാജുവും ദേവസേനയും ആ ചക്കരവാവയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ദേവസേന ചോദിക്കുന്നു, പ്ലാൻ വർക്കൗട്ട് ആവുമോ രാജു? അവർ വരുമോ? എന്നോടും വർമ്മ സാറിനോടും വളരെ നന്ദിയുള്ള ഒരാളാ ഈ മണിക്കുട്ടൻ. ഒരു കാര്യമേറ്റാൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യും. ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതാണ്. അതിന് രാജുവിൻ്റെ ഫ്രണ്ട് അല്ലല്ലോ ഇത് നടത്തുന്നത്, ഒരു കള്ളനല്ലേ. ആ ഒരു കാര്യത്തിലേ എനിക്ക് ഡൗട്ടുള്ളൂ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം മാഡം. അപ്പോഴങ്ങോട്ട് ചക്കരവാവയും മണിക്കുട്ടനും കൂടെ ഓടി വരുന്നുണ്ട്. ചക്കരബാബു പറയാ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്, താൻ ആള് കൊള്ളാവല്ലോടോ എന്നിങ്ങനെ ദേവസേന പറയുമ്പോൾ ചക്കരബാബു പറയാ, ഞാൻ ഡോക്ടറേറ്റ് കിട്ടിയ കള്ളനാ മാഡം. ഡോക്ടർ ചക്കരവാവ. ദേവസേന ഒരു അതിശയത്തോടെ ചോദിക്കുക, ചക്കരവാവയോ? അതേ മാഡം, അമ്മ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ ചെന്നപ്പോൾ അവർ പേര് ചോദിച്ചു. അപ്പോഴെൻ്റെ അമ്മ അവരോട് പറഞ്ഞു ചക്കരവാവാന്ന്. സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ ചക്കരവാവയാ, കളവിൻ്റെ ഡോക്ടർ ചക്കരവാവ. അങ്ങനെ ചക്കരവാവ കൊണ്ട് കൊടുത്ത ആ ബാഗ് ദേവസേന തുറന്നു നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ പറയുന്നു, എനിക്കിത് മതി തെളിവ്. അംബിക രാവിലെ കെട്ടി ഒരുങ്ങി നിന്നിട്ട് ചോദിക്കുക തന്നെത്താനെ, കോടതി കൂടാൻ സമയമായോ? ഇല്ല, ആകുന്നതേ ഉള്ളു. ദീപക് ഇതെവിടെ പോയി? അപ്പോൾ ദീപക് ദൂരെ മാറുന്ന ആർക്കോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അംബിക ദേഷ്യത്തോടെ എടാ ദീപക്കേ എന്ന് വിളിക്കുമ്പോൾ ദീപക് ആരോടോ ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അംബികയുടെ അടുത്തോട്ട് പോവുക. എന്തിനമ്മേ വിളിച്ചത്? എടാ കോടതി തുടങ്ങാറായി, അവക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് ദേവസേനയാ. അവളെ സുപ്രീം കോർട്ടിലെ പുലിയാണെന്നാ കേട്ടത്. ഉച്ചത്തോടെ ചിരിച്ചുകൊണ്ട് ദീപക് പറയുക, അവൾക്ക് വേണ്ടി ഇനി പുലികളൊന്നും ഹാജരാകണ്ട, ഒരെലി വന്നാ മതി. എൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? തെളിവുകളെല്ലാം അവൾക്കെതിരല്ലേ. ജീവപര്യന്തം എന്തായാലും ഉറപ്പാ. എന്തൊക്കെയായാലും ദീപക്കേ, എനിക്കൊരു ടെൻഷൻ. നീ എന്തായാലും വാ, കോടതി പരിസരത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഋതികയാണെങ്കിൽ ആ ജയിൽ പുള്ളികളായ ചേച്ചിമാരോട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വാർഡൻ വന്നിട്ട് ഋതിക ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞ് ഋതികയെ വിളിക്കുമ്പോൾ അതിലെ മേരി ചോദിക്കുന്നു, എന്തിനാ സാറേ, അതിന് കാര്യം എന്താണെന്ന് നിന്നോടൊക്കെ പറയണോടി. അപ്പോൾ ഋതിക അവരോട് പറയാ, ഞാൻ പോയിട്ട് വരാം ചേച്ചി. വാർഡൻ അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. പിന്നെ വിരഹദുഃഖവും ശോകഗാനവും. മനസ്സുകൾ ഒന്നായി ചേർന്ന 3 നാട്ടു മൈനകളല്ലേ നിങ്ങൾ. ഋതിക ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ആ വാർഡൻ ഋതികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഋതികയെ പോലീസുകാരികൾ കോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഋതികയുടെ കേസ് വിളിക്കുന്നുണ്ട്. ഋതിക വർമ്മ, ഋതിക വർമ്മ, ഋതിക വർമ്മ എന്നിങ്ങനെ 3 പ്രാവശ്യം പറയുമ്പോൾ ഋതിക അങ്ങനെ പതുക്കെ വന്ന കൂട്ടിനകത്ത് കയറി നിൽക്കുവാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രബാബുവിനെയും വിളിക്കുന്നുണ്ട്. ജഡ്ജി ചന്ദ്രഭാനുവോട് ചോദിക്കുന്ന വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്നാൽ എല്ലാം വൈകാതെ തന്നെ മനസ്സിലാവും. ജഡ്ജി അങ്ങനെ അഡ്വക്കേറ്റ് ദേവസേനയെ വിളിക്കുന്നു. അങ്ങനെ ദേവസേന കോടതിയിൽ വാദിക്കുവാണ്. ജഗന്നാഥൻ മർഡർ കേസിലെ പോലീസ് ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനു എന്നയാളിനെ വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ ചന്ദ്രഭാനുവും കൂട്ടിൽ കയറി നിന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനു അല്ലേ എന്നിങ്ങനെ ദേവസേന ചോദിക്കുന്നുണ്ട് അയാളോട്. സാർ ഇതുവരെ എത്ര നിരപരാധികളെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്? അംബികയുടെ വക്കീലാണെന്ന് തോന്നുന്നു എഴുന്നേറ്റ് ഒബ്ജക്ഷനൊക്കെ പറയുന്നുണ്ട്. ജഡ്ജ് അയാളോട് ഇരിക്കാനും പറയുന്നു. താങ്കൾ ഏത് സാഹചര്യത്തിലാണ് ഋതികയെ കസ്റ്റഡിയിലെടുത്തത്? അത് മതിലക ഭാഗത്തൊരു മർഡർ നടന്നു എന്നറിഞ്ഞു. പോലീസ് ഡോഗുമായിട്ട് ഞങ്ങൾ വേഗം അവിടെ എത്തി. മർഡർ നടന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഡോഗിനെ അവിടെ ഒരുക്കി നിർത്തിയിരുന്നോ? ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേന്നും ദേവസേന ജഡ്ജിനോട് പറയുന്നുണ്ട്. പ്രതിയാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഋതിക വർമ്മയെ പിടികൂടിയത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുവാണ്. സംഭവ സ്ഥലത്തു നിന്നും കിട്ടിയ ഋതികയുടെ കർച്ചീഫും ഗണ്ണും പിന്നെ ഫോണും അതിലെ വീഡിയോയും ഇതെല്ലാം നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലോ എന്നിങ്ങനെ സർക്കിൾ പറയുമ്പോൾ ഇല്ലല്ലോ എന്ന് ദേവസേനയും പറയുവാണ്. ഒരു തെളിവ് മിസ്സിംഗ് ആണല്ലോ. ഞാൻ എല്ലാ എവിഡൻസും ഇവിടെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നിങ്ങനെ തീർത്ത് പറയുവാണ് ദേവസേന. അപ്പോൾ നമ്മുടെ ചക്കരവാവയെ കോടതിയിലോട്ട് വിളിക്കുന്നുണ്ട്. ചക്കരവാവ വന്ന് കൂട്ടിൽ നിൽക്കുമ്പോൾ ദേവസേന ചോദിക്കുന്ന, ചക്കരവാവ അല്ലേ? അങ്ങനെയല്ല, വലിയൊരു ബുക്കുണ്ടല്ലോ, അത് ഇങ്ങോട്ട് വന്ന് സത്യം ചെയ്തിട്ട് ഞാൻ പറയാം. അങ്ങനെ ചക്കരവാവ പറഞ്ഞ പ്രകാരം ബുക്കും വന്ന് ചക്കരവാവ അതേ തൊട്ട് സത്യവും ചെയ്തു. ചക്കരവാവയുടെ തൊഴിലെന്താണ്? അതെൻ്റെ തൊഴിൽ കളവാണ് മാഡം. ഞാൻ പ്രസിദ്ധനാണ് മാഡം, എന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വീട്ടിൽ പോയി ഞാൻ കട്ടിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ ചക്കരവാവയെ സംശയകരമായ സാഹചര്യത്തിൽ ഇൻസ്പെക്ടർ വിനോദ് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ ചക്കരവാവയുടെ കയ്യിൽ നിന്നും കേസിനാസ്പദമായ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. എന്ത് തെളിവ് എന്നിങ്ങനെ സർക്കിൾ ചോദിക്കും. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയിൽ മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ദേവസേന കളിയാക്കി പറയുന്നുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറോട്. സർക്കിൾ ഇൻസ്പെക്ടർ മനഃപൂർവ്വം ഒരു പ്രതിയാക്കി മാറ്റിയ ഋതിക വർമ്മ ജഗന്നാഥനിൽ നിന്നുള്ള ചില സത്യങ്ങൾ അച്ഛനെ അറിയിക്കാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിലാണ് ജഗന്നാഥന് വെടിയേറ്റത്. ആ വീഡിയോ എടുത്ത മൊബൈൽ ഫോൺ തെളിവുകളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അത് ഒറിജിനൽ ഫോൺ ആയിരുന്നില്ല. അതിനു പകരം മറ്റൊരു മൊബൈൽ ഫോണായിരുന്നു കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ദേവസേന ജഡ്ജിയോട് പറയുന്നുണ്ട്, സാറതിൻ്റെ ഒറിജിനൽ വീഡിയോ കണ്ടതാണെന്ന് ജഡ്ജിയും സമ്മതിക്കുന്നുണ്ട്. ദേവസേന ആ വീഡിയോ ജഡ്ജിനെ കാണിച്ചു കൊടുത്ത് ജഡ്ജ് അതെല്ലാം കാണുവാണ്. അന്ന് നടന്ന ആ സംഭവം എല്ലാം ജഡ്ജ് നേരിട്ട് തന്നെ മനസ്സിലാക്കി. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നു, ആ വീഡിയോയിൽ മറ്റൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതാരാ? അപ്പോൾ ഋതിക പറയുന്നുണ്ട്, അതെൻ്റെ അമ്മയാണ് പത്മാവതി. അത് കേട്ടതും പ്രതാപനാകൻ ഞെട്ടി ഒരു ദേഷ്യത്തോടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഋതികയും രാജുവും ഋതികയുടെ അമ്മയായ പത്മാവതിയും നിന്നിരുന്നത് ജഗന്നാഥന് നേരെ അഭിമുഖമായിട്ടായിരുന്നു. അത് വീഡിയോയിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ജഗന്നാഥന് കൊണ്ട ബുള്ളറ്റ് വന്നത് ഋതികയുടെ ഡയറക്ഷനിൽ നിന്നല്ല, അത് വന്നിരിക്കുന്നത് പുറകിൽ നിന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ജഗന്നാഥന് വെടിയേറ്റത് 10 മീറ്റർ അകലത്തിൽ നിന്നാണെന്ന്. തൊട്ടടുത്ത് നിൽക്കുന്ന ഋതിക ഒറ്റ നിമിഷം കൊണ്ട് 10 മീറ്റർ അകലത്തിൽ ചെന്ന് നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ കുട്ടി മായാജാലക്കാരിയോ ഇന്ദ്രജാലക്കാരിയോ ഒന്നും അല്ല. ജഗന്നാഥന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ സർക്കിൾ ഇൻസ്പെക്ടറും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ആകെ ഇങ്ങനെ വിറച്ച് വിളറി ഇങ്ങനെ നിൽക്കുവാണ്. ഋതിക വർമ്മയെ കൊലക്ക്
കൊലക്കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനു എന്നയാൾ. മറ്റൊരു കൗതുകകരമായൊരു പ്ലാനും കൂടെ പറയാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ ജഡ്ജിയുടെ അനുവാദത്തോടെ ദേവസേന ചക്രവാവയോട് സംസാരിക്കുക. ഇത് കോടതിയാണെന്ന് ഓർമ്മ വേണം. ഈ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ആ ഒറിജിനൽ മൊബൈൽ ഫോൺ ചക്രവാവ എവിടുന്ന് മോഷ്ടിച്ചതാ? അയ്യോ, അതീ CI സാറിന്റെ വീട്ടിൽ നിന്നാ. ഞാൻ ഇയാളോടുള്ള വൈരാഗ്യം കൊണ്ട് മോഷ്ടിച്ചതാ. കാരണമേ കെട്ടിത്തൂങ്ങി ചത്ത് കിടക്കുന്നതിന്റെ പോക്കറ്റിൽ നിന്ന് പോക്കറ്റ് അടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മാഡം. ഇത് കേട്ടിട്ട് CI പറയാ, ഇയാൾ കള്ളം പറയുവാ, എൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഉറപ്പാണോ നിങ്ങൾക്ക്? ഉറപ്പാണ്. ദേവസേന ഉടനെ ഫോൺ എടുത്തിട്ട് താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? അങ്ങനെ CI ആ ഫോൺ നമ്പറൊക്കെ കൊണ്ട് പറയുവാണ്. CIയുടെ ഫോൺ അപ്പോൾ ജഡ്ജിൻ്റെ അടുത്തു നിന്നാണ് റിങ് ആകുന്നത്. അപ്പോൾ ചന്ദ്രസേന പറയുക, ഇതേ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോണിനോടൊപ്പമേ നിങ്ങളുടെ ഫോണും കൂടി ചക്രവാവ മോഷ്ടിച്ചതായിരുന്നു. നാണിച്ച് കുനിഞ്ഞു നിൽക്കുന്ന CIയോട് ദേവസേന ചോദിക്കുന്നു, എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടോ? എൻ്റെ കക്ഷി ഋതിക വർമ്മ നിരപരാധിയാണെന്ന് ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി കാണുമല്ലോ. ഋതിക വർമ്മയെ അങ്ങനെ വെറുതെ വിടണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിച്ചു കൊള്ളുന്നു. ഈ കേസിലെ പ്രധാനി ഈ CI ആണ്. ഇദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ ഇയാൾക്ക് കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ CI ഒന്നുമില്ല ഓണർ എന്നിങ്ങനെ തലകുനിഞ്ഞ് പറയുവാണ്. ഋതിക വർമ്മയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം സാധ്യതമായി തെളിയിക്കപ്പെടാത്തതാണെന്ന് ഈ കോടതി കണ്ടെത്തി കഴിഞ്ഞു. പ്രതിയായി കണ്ട ഋതിക വർമ്മയെ ഈ കോടതി എല്ലാ കുറ്റങ്ങളിൽ നിന്നും വെറുതെ വിടുന്നു. CI ചന്ദ്രഭാനു തെളിവുകളെല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് യഥാർത്ഥ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളതായും ഈ കോടതിക്ക് ബോധ്യപ്പെട്ടു. ആയതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനുവിനെ അറസ്റ്റ് ചെയ്യാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതമായ അന്വേഷണം നടത്തുന്നതിന് ഈ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ രാജുവും ഋതികയും പുറത്തു വന്ന് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. 2-3 ദിവസത്തെ കാര്യം എനിക്ക് ഓർക്കാൻ പോലും വയ്യാറുതു. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രഭാനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അത് കണ്ടിട്ട് രാജു പറയാം, ഒന്ന് നിന്നേ. 2-3 ദിവസം മുമ്പ് എൻ്റെ പെണ്ണിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ താൻ ഓർത്തില്ലല്ലേ ഇത്ര പെട്ടെന്ന് അകത്താകുമെന്ന്. ഋതിക പറയാ, താൻ ജയിലിൽ പോകുന്ന കുറ്റം ചെയ്തിട്ട് താൻ എന്നെ ജയിലിൽ കയറ്റിയത് ഞാൻ ഒരു കുറ്റം ചെയ്യാതിരുന്നിട്ട്. താൻ കോടതിയിൽ പറയാത്ത ഒരു കുറ്റമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നടന്ന ഒരു ഗൂഢാലോചന. അതിനുള്ള ശിക്ഷ ഞങ്ങൾ വേറെ തന്നോളാം. നീ 16 കൊല്ലം ജയിൽ ശിക്ഷയും കഴിഞ്ഞ് തിരികെ വാ. ഞാൻ നിന്നെ കാത്തു നിൽക്കും. നിന്റെ 16 അടിയന്തരം കൂടി നടത്താൻ. രാജു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുക. കേട്ടോടാ പാരമ്മ റാസ്കലെ. അപ്പോഴങ്ങോട്ട് വരുന്ന ദേവസേനയെ കണ്ടിട്ട് രാജു പറയാ, ഇതിനുള്ള നന്ദി ഞാൻ എങ്ങനെ പറയണമെന്നറിയില്ല. 1000 നന്ദി. നന്ദി ഒന്നും പറയണ്ട രാജു, ഞാൻ കുട്ടിക്കാലത്ത് ഋതുമോളെ കണ്ടിട്ടുള്ളതാ. എൻ്റെ ഋതുമോളെ രക്ഷിക്കേണ്ടത് അപ്പോഴെൻ്റെ കടമ കൂടിയല്ലേ. അപ്പോൾ പ്രതാപവർമ്മ അങ്ങോട്ട് വന്നിട്ട് ദേവസേനയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നുണ്ട്. ഇല്ല സാറേ, എനിക്ക് ഇപ്പം തന്നെ പോകണം, നേരെ ഡൽഹിയിലോട്ട്. ദേവസേന റിലേഷൻഷിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, വാങ്ങുന്ന ഫീസ് എത്രയാണെന്ന് പറഞ്ഞാൽ അതിപ്പം തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഈ കേസിന് എനിക്ക് ഫീസൊന്നും വേണ്ട സാറേ. എൻ്റെ അച്ഛന് വർമ്മ സാർ ചെയ്തു കൊടുത്ത ഉപകാരത്തിനുള്ള ഒരു പ്രത്യുപകാരമായിട്ട് മാത്രം കണ്ടാൽ മതി. അങ്ങനെ യാത്ര പറഞ്ഞ് ദേവസേന പോവുകയാണ്. ഋതിക അച്ഛ എന്നിങ്ങനെ പ്രതാപവർമ്മയെ വിളിക്കുമ്പോൾ വേണ്ട, വിളിക്കണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുകയാണ്. ആ വീഡിയോയിൽ നമ്മളോടൊപ്പം അമ്മയെ കണ്ടതിൻ്റെ ദേഷ്യവാ എന്നിങ്ങനെ രാജു ഋതികയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. വീണ്ടും അടുത്ത പ്രശ്നത്തിലോട്ടാണല്ലോ രാജു എന്നും പറഞ്ഞ് ഋതിക സങ്കടപ്പെടുന്നുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സന്തോഷം എല്ലാം പോയല്ലോ രാജു. അങ്ങനെ ഒന്നുമില്ല ഋതു വാ എന്നും പറഞ്ഞ് രാജു ഋതിക ഇങ്ങനെ ബൈക്കിൽ വെച്ച് ഭയങ്കര സന്തോഷത്തോടെ അവരിങ്ങനെ പോവുകയാണ്. എൻ്റെ ജീവൻ്റെ ജീവനായി എൻ്റെ ഋതികയെ തിരികെ തന്നതിന് ദൈവത്തിന് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാജു ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യം ജയിക്കാൻ അല്പം താമസിച്ചാലും സത്യം സത്യമല്ലാതാകില്ല. സത്യം ഒടുവിൽ ജയിക്കുക തന്നെ ചെയ്യും. ഇനി എങ്ങനെ ഋതികയും രാജുവും ചേർന്ന് പ്രതാപൻ്റെ വിഷമം മാറ്റും? പ്രതാപൻ്റെ പിണക്കം മാറുമോ? അതോ അംബിക ആ മനസ്സിലോട്ട് വീണ്ടും വിഷം കുത്തി നിറയ്ക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.